Hello, Namaste. Welcome back to WinTrader. WinTrader ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണ നമ്മുടെ WinTrader വേർഷൻ റീലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ലൈവായിട്ടുള്ള ഡെമോ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേര് ഗംഗ എന്നാണ്. 9061973737 എന്നാണ് എൻ്റെ 3737 ആണ് എൻ്റെ നമ്പർ. ഇതിനകത്ത് വാട്സപ്പ് ഉണ്ട്, ഒഫീഷ്യൽ വാട്സപ്പും ഉണ്ട്. നിങ്ങൾക്ക് ഈവൻ സാറ്റർഡേ ആൻഡ് സൺഡേയും കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യാം. പിന്നെ ബാക്കി നമ്മുടെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിനകത്ത് നമ്മുടെ വെബ്സൈറ്റിൽ റിവ്യൂസ് എന്ന പേജുണ്ട്. അതിനകത്ത് റിവ്യൂസിൽ നമ്മുടെ കസ്റ്റമേഴ്സ് തരുന്ന റിവ്യൂസ് അല്ലാതെ അവർക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടിയ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന ക്രൂഡ് ഓയിലാണ്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കമ്മോഡിറ്റീസ് മാത്രമല്ല, നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് NSE കാണാൻ പറ്റും, ഫോറക്സ് ഉണ്ട്. അത് ഇന്ത്യൻ ഫോറിൻ കറൻസീസ്, അഗ്രി, കോമെക്സ്, ഫോറക്സ്. ഞാനിപ്പോൾ സ്ക്രീനിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന എല്ലാം നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ തന്നെ കാണാൻ പറ്റും. അത് റിയൽ ടൈം ലൈവിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം മെഗളി വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. അപ്പം നമുക്ക് ഇതിനകത്ത് ബൈ സൈഡിലും സെയിൽ സൈഡിലും രണ്ട് സിഗ്നൽസാണ് സോഫ്റ്റ്വെയർ തരുന്നത് ഈ വേർഷനിൽ. ഇപ്പം നോക്കിയാൽ നമുക്ക് സെല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ കളറിലെ ആരോവും വരും, റെഡ് കളറിലെ ആരോവും വരും. അത് രണ്ട് സെല്ലാണ്. ഇപ്പോൾ ആദ്യം ഏതാ വരുന്നത് അത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. പക്ഷെ ഒരു ആരോ വന്ന ശേഷം അത് കൺഫേം അല്ലെന്നുണ്ടെങ്കിൽ കൺഫേം ആയ ശേഷം വേറൊരു ആരോ കൂടെ നമുക്ക് വരും. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം സെല്ലിന് ഇപ്പോൾ ബൈ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രീൻ ആരോവും വരും, ബ്ലൂ ആരോവും വരും. ഇപ്പോൾ കൺഫർമേഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്ന നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിവിടെ നോക്കിയാൽ ഞാൻ ഇതിനകത്ത് ലാസ്റ്റ് സെല്ലിൽ പറഞ്ഞുതരാം. ഇപ്പോൾ സെൽ സിഗ്നൽ വന്ന ശേഷം ഫസ്റ്റ് കൺഫർമേഷൻ ഈ ആരോ ഏത് ആരോ വരുന്നത്, ചിലപ്പോൾ രണ്ട് ആരോ ഒരുമിച്ചും വരാം. ഈ ആരോ വന്ന ശേഷം ഇപ്പോൾ സെല്ലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഈ ഡോട്ടർ ലൈൻ പോകുന്ന കണ്ടല്ലോ, ഒരു പേർപ്പിൾ ഡോട്ടർ ലൈൻ. ഈ ലൈന് റെഡ് അല്ല, പേർപ്പിൾ ഡോട്ടർ ലൈൻ. ആ ഡോട്ടർ ലൈനിൻ്റെ താഴെ ആയിരിക്കണം ആ ക്യാൻഡിൽ ഫോം ചെയ്യുന്ന, ഏത് ക്യാൻഡിലിൻ്റെ പുറത്താണ് ആ സിഗ്നൽ വന്നിരിക്കുന്നത് ആ ക്യാൻഡിൽ ഈ പേർപ്പിൾ ലൈനിൻ്റെ താഴെ ആയിരിക്കണം ഫോം ചെയ്യേണ്ടത്. അതായത് പേർപ്പിൾ ലൈനിൻ്റെ താഴെ സെൽ സൈഡാണ്, പേർപ്പിൾ ലൈനിൻ്റെ മുകളിൽ ബൈ സൈഡാണ്. അപ്പോൾ ഒരു സിഗ്നൽ വരുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ക്യാൻഡിൽ എപ്പോഴും പേർപ്പിൾ ലൈനിൻ്റെ സെല്ലിനെ പേർപ്പിൾ ലൈനിൻ്റെ താഴെ ഫോം ചെയ്യണം. അങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴത്തെ പ്രൈസ് സെൽസ് ഓൺലി നിന്ന് ട്രേഡ് സെല്ലുള്ളിൽ നിന്ന് എഴുതി വരും. അതായത് കറക്റ്റായിട്ടുള്ള സെൽ സൈഡിലാണ് ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴത്തെ അത് ഇൻഡിക്കേഷൻ വരും, ട്രേഡ് സെൽ ഉള്ളിൽ നിന്നുള്ള ഇൻഡിക്കേഷൻ വരും. അപ്പോൾ അതാണ് ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ ഈ ആരോ, അതായത് സിഗ്നൽ വന്നിരിക്കുന്ന തൊട്ട് താഴത്ത് നോക്കിയാൽ 3 ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് ഫസ്റ്റ് ബാർ, ഇത് സെക്കൻഡ് ബാർ, തേർഡ് ബാർ. 3 ബാറിൻ്റെ കളറ് സെല്ലാണെന്നുണ്ടെങ്കിൽ അത് റെഡ് ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ മതിയോ. പിന്നെ ഇവിടെ നോക്കിയാൽ ട്രെൻഡ് CNF ഷോർട്ട് കാണിക്കുക, അത് ഓട്ടോമാറ്റിക്കലി ഷോർട്ട് കാണിച്ചിരിക്കും. അപ്പം നമ്മൾ മെയിനായിട്ട് നോക്കണമെന്ന് വെച്ചാൽ സിഗ്നൽ വരണം. ഏത് സിഗ്നലാണ്? ഇപ്പോൾ 2 സിഗ്നലുണ്ട്, അത് ചിലപ്പോൾ 2 ഒരേ ടൈമിൽ വരാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിഗ്നൽ വന്നതിന് ശേഷം ഒരെണ്ണം വരാം. ഒരു സിഗ്നൽ വന്നതിന് ശേഷം ഒരു സിഗ്നൽ വരുന്നത് വെച്ചാൽ ഒരു സിഗ്നൽ വരുമ്പോൾ കൺഫേം അല്ലെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ കിട്ടുമ്പോൾ വേറൊരു സിഗ്നൽ കൂടെ വരും. ഏത് സിഗ്നലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് കൺഫേം ആണെങ്കിൽ ട്രേഡ് എടുക്കാം. കൺഫർമേഷൻ എന്ന് വെച്ചാൽ സിഗ്നൽ വരുന്ന ക്യാൻഡിൽ എപ്പോഴും പേർപ്പിൾ ലൈനിൻ്റെ താഴെ ഫോം ചെയ്യണം. പേർപ്പിൾ ലൈനിൻ്റെ താഴെ ഫോം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ ഇങ്ങനെ എഴുതി വരും, ട്രേഡ് സെല്ലുള്ളിൽ നിന്ന് എഴുതി വരും. പിന്നെ ആരോടെ താഴത്ത് 3 ബാറും റെഡ് ആയിരിക്കണം. ഈ 2 4 ലെവൽ കൺഫർമേഷനാണ്. കൺഫേം ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. താഴത്ത് സ്റ്റോപ്പ് ലോസ് എഴുതി കാണിക്കും, ട്രെയിലിംഗ് ആണ്. ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ 3 ടാർഗറ്റും 4 ടാർഗറ്റ് ഉണ്ട്. 4 ടാർഗറ്റും എഴുതി വരും. ഇതുപോലെ 4 ടാർഗറ്റ് എഴുതി വരും. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമുക്കിതിപ്പോൾ ബൈ സൈഡിലാണ്. ഇപ്പോൾ ബൈ സൈഡിലൊരു സിഗ്നൽ കാണിച്ചിട്ട് ഇപ്പം ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ഗ്രീൻ ആരോ ഇവിടെ വന്ന്, ഇപ്പോൾ രാവിലെ ഈ ഗ്രീൻ ആരോ വന്ന സമയത്ത് നിങ്ങൾ തന്നെ നോക്കിയാൽ ഈ ക്യാൻഡിൽ അതിൻ്റെ പേർപ്പിൾ ലൈൻ്റെ മുകളിൽ ഫോം ചെയ്യില്ല. ബൈ ആണെന്നുണ്ടെങ്കിൽ ബൈ സൈഡ് പേർപ്പിൾ ലൈൻ്റെ മുകളിലാണ് ബൈ സൈഡ്, പേർപ്പിൾ ലൈൻ്റെ താഴെ സെൽ സൈഡാണ്. അപ്പോൾ ആ ക്യാൻഡിൽ അതിൻ്റെ മുകളിൽ ഫോം ചെയ്തില്ലായിരുന്നു. ദാറ്റ് മീൻസ് അത് കൺഫേം അല്ലായിരുന്നു. താഴത്തെ ബാറിൽ സെക്കൻഡ് ബാറും കൺഫേം അല്ലായിരുന്നു. മെയിൻ കൺഫർമേഷൻ നമുക്ക് ഇതാ വേണ്ടത്. ട്രേഡ് ബൈ ഓൺലി എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ, അതായത് ഏത് ക്യാൻഡിലാണ് ആരോ വന്നിരിക്കുന്ന ആ ക്യാൻഡിൽ പേർപ്പിൾ ലൈൻ്റെ മുകളിൽ ഫോം ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടെ നോക്കി അറിയാൻ പറ്റും അത് പേർപ്പിൾ ലൈൻ്റെ മുകളിലല്ലായിരുന്നു. ദാറ്റ് മീൻസ് അത് ഫേക്ക് സിഗ്നലായിരുന്നു. പക്ഷേ നമുക്ക് 2-3 ക്യാൻഡിൽ ശേഷം, അതായത് 2 ക്യാൻഡിൽ ശേഷം കൺഫർമേഷൻ കിട്ടും വേറൊരു ആരോ കൂടെ വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സിഗ്നൽ വന്ന ടൈമിൽ കൺഫേം അല്ലെങ്കിൽ പിന്നെ കൺഫേം ആവുന്ന ടൈമിൽ നമുക്ക് ആ സെക്കൻഡ് ആരോ കൂടെ, ഒരു രണ്ടാമതൊരു ആരോ കൂടെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടിയ ശേഷം അത് കയറിയായിരുന്നു. ചെറുതായിട്ട് കയറി, ചെറിയ മൊമെൻറ്റേ ഉള്ളായിരുന്നു. എന്നാലും അത് കയറിയിട്ട് മാർക്കറ്റ് പിന്നെ ഇപ്പം മാർക്കറ്റ് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി.
അപ്പം ഇതിനകത്തെന്ന് വെച്ചാൽ താഴത്ത് നമുക്ക് ടാർഗറ്റ് ചേഞ്ച് ആവും. അത് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ടാർഗറ്റ് എന്താണ് അതാണ് ബുക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന അനുസരിച്ച് പുതിയ ടാർഗറ്റ് ഇവിടെ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കോണം. പിന്നെ നമുക്ക് 2 ട്രെൻഡ് ഇൻഫോം, ട്രെൻഡ് സ്ട്രെങ്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ട്രെൻഡ് ഇൻഫോം എന്ന് വെച്ചാൽ ഇത് നമുക്ക് മാറ്റാവേ, നമുക്ക് ഏതാ വേണ്ടത് അതിനകത്ത് ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ട്രെൻഡ് കാണിക്കുന്നയാള് ട്രെൻഡ് കാണിക്കുക, ഏത് ട്രെൻഡിലാണ് ആ സമയത്ത് നിൽക്കുന്നത് അത് കാണിക്കുന്നത്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഇപ്പോൾ സെല്ലായതുകൊണ്ടാണ് ഇവിടെ സെല്ല് കാണിക്കുന്നത്, കോപ്പർ സെല്ലായിട്ട് സെല്ല് കാണിക്കുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് ട്രെൻഡ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ അത് സ്ട്രെങ്തിനെ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നോക്കിയാൽ ക്രൂഡ് ഓയിൽ 98% ഡൗൺ ട്രെൻഡിലാണ്. അത് ഡൗൺ ആരായതുകൊണ്ട് ഡൗൺ ട്രെൻഡ് നമുക്ക് അറിയാൻ പറ്റും. 98% വെച്ചാൽ ഔട്ട് ഓഫ് 100 98% മാർക്ക് ഡൗൺലോഡ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അപ് ട്രെൻഡ് പെർസെൻറ്റേജ് കൂടെ നമുക്കത് ഡൗൺ സൈഡിലാണെങ്കിൽ അപ്പ് സൈഡിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കൂടി ഇതിനകത്ത് അറിയാൻ പറ്റും. ഇപ്പോൾ ഇതാണ് ക്രൂഡ് ഓയിൽ. ഇപ്പോൾ ലൈവിൽ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ 97, അത് ഓരോ അപ് ട്രെൻഡ് ഇത് മാറുന്നതനുസരിച്ച് ഇതിനകത്ത് മാറിക്കൊണ്ടിരിക്കും. 97 ആയി, കോപ്പർ 88% ആയി, ഗോൾഡ് മിനി 98%. അങ്ങനെ നമുക്ക് ആ പെർസെൻറ്റേജ് ഇൻഡിക്കേഷൻ കൂടെ ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം ഇതിനകത്ത് കയറ്റി കൊടുക്കാം. നമുക്ക് ആ പെർസെൻറ്റേജ് അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേർഷൻ ഫോളോ ചെയ്യുന്നത് വളരെ സിമ്പിളാകുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇൻസ്റ്റാളേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരും. പിന്നെ ഇത് ഞാനിപ്പം ആദ്യമേ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേരും എൻ്റെ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.